തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഷാർജ സെൻറ് മേരീസ് യൂത്ത് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന വിശുദ്ധ നോമ്പുകാല ധ്യാന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. അനുഗ്രഹിക്കപ്പെട്ടവരെ, അനേകം ആളുകൾ മരണം വഴിയായി ഈ ഭൂമുഖത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോഴും ഒരനുഗ്രഹീതമായ ദിവസം കൂടെ നമ്മുടെ ജീവിതത്തിൽ നൽകിയ നല്ലവനായ ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം, മഹത്വപ്പെടുത്താം. പരിശുദ്ധ സഭയും അംഗങ്ങളാകുന്ന നാം ഓരോരുത്തരും വിശുദ്ധമാകുന്ന വലിയ നോമ്പിൻ്റെ അനുഭവത്തിലൂടെ സഞ്ചരിക്കുകയാണ്. പാതി ദിനരാത്രങ്ങൾ പിന്നിട്ടുകൊണ്ട് രക്ഷാകരമായ കഷ്ടാനുഭവത്തിൻ്റെ നാളിലേക്കും ഉയർപ്പിൻ്റെ വലിയ പ്രത്യാശയുടെ അനുഭവത്തിലേക്കും നാം പോകുമ്പോൾ നമ്മുടെ നോമ്പ് പ്രാർത്ഥനകൾ കേവലം ഒരു ആചാരാനുഷ്ഠാനങ്ങളുടേതായി മാത്രം മാറുന്നുണ്ടോ എന്നുകൂടെ പരിശോധിക്കേണ്ടത് അനിവാര്യതയാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ലഭിച്ചിട്ടുള്ള തിരുവെഴുത്ത് ഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം 31 മുതൽ 41 വരെയുള്ള വേദഭാഗങ്ങളാണ്. യേശു തമ്പുരാൻ്റെ പരസ്യ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടമാണ് ഈ വേദഭാഗത്തിൽ നാം കാണുക. പ്രത്യേകിച്ച് 4-ാം അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നത് പോലെ 40 ദിവസത്തെ ഉപവാസത്തിനും പ്രാർത്ഥനയ്ക്കും ശേഷം ജനമധ്യത്തിലേക്ക് ഇറങ്ങുന്ന ക്രിസ്തു രോഗത്തിൻ്റെ മേലും പാപത്തിൻ്റെ മേലും പിശാചിൻ്റെ മേലും അധികാരമുള്ളവനായി കാണപ്പെടുന്നു. ഇതിൽ ലൂക്കോസ് 4-ാം അധ്യായം 31 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിൽ പിശാചിൻ്റെ മേലുള്ള അവൻ്റെ അധികാരത്തിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുക. മനുഷ്യജീവിതത്തിൽ എല്ലാ സമയത്തും അന്ധകാര ശക്തികളുമായി ഒരു പോരാട്ടം നിലനിൽക്കുന്നതായി പരിശുദ്ധ സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ പോരാട്ടത്തിൽ നമ്മെ പ്രതിരോധിക്കുന്ന വലിയൊരു ആയുധമാണ് നോമ്പ് എന്നത്. നോമ്പ് സാത്താനോട് യുദ്ധം ചെയ്യുവാനുള്ള പ്രധാന ആയുധമാകുന്നെന്ന തിരിച്ചറിവ് നമുക്ക് ലഭിക്കുന്നതും ഈ വേദഭാഗത്തിലൂടെ തന്നെയാണ്. ലോകം മുഴുവൻ യുദ്ധഭീതിയിൽ വിറങ്ങലിക്കുന്ന ഈ കാലഘട്ടത്തിൽ യുദ്ധം മൂലം വേദനിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം നമ്മുടെ എല്ലാം ജീവിതത്തിൽ നിലനിൽക്കുന്ന ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് തിരിച്ചറിവുള്ളവരായി ആ പോരാട്ടത്തിൽ പരുക്കേൽക്കാതിരിക്കുവാനും പ്രതിരോധിക്കുവാനുമായി നോമ്പെന്ന തോറ്റുപോകാത്ത ആയുധത്തെ മുറുകെ പിടിക്കുവാനും നമുക്കിടയാകണം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വേദവാക്യങ്ങൾ ഞങ്ങൾക്കാദായമാവാം, വേദനാഥനേ നിന്റെ ജ്ഞാനം നൽകുകേ.